പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, അങ്ങയുടെ വലിയ സ്നേഹത്തിലോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പറുദീസായിൽ നഷ്ടപ്പെട്ട ആ ബന്ധം പുനഃസ്ഥാപിക്കാൻ, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ദൈവിക ജീവൻ, ദൈവിക ഛായ വീണ്ടെടുക്കാൻ ദൈവമേ, അങ്ങയുടെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചുകൊണ്ട് അങ്ങ് തിരുമനസ്സായല്ലോ. ആ ഈശോയുടെ തിരുപിറവിക്ക് വേണ്ടി ഒരുങ്ങുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളെ ഇതാ ഞങ്ങൾ തിരുമുമ്പിൽ തുറന്നു വെക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ വസിക്കാനായി അങ്ങ് കടന്നു വരണമേ. കർത്താവെ, അങ്ങയുടെ ആ സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. വരണ്ട് ഉണങ്ങിപ്പോയി ഞങ്ങളുടെ ഹൃദയത്തെ കർത്താവെ അങ്ങ് മാംസലമാക്കി മാറ്റണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ സ്നേഹം ഞങ്ങൾക്ക് അനുഭവവേദ്യമാകട്ടെ. വ്യക്തിബന്ധങ്ങളിൽ അങ്ങയോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ ഊഷ്മളത കാത്തു സൂക്ഷിക്കാൻ, കൃപയിൽ നിറയാൻ ഇടവരുത്തണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈശോയുടെ തിരുപ്പിറവിക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുന്ന ഈ 10-ാം ദിവസത്തിൽ, ഡിസംബർ 10-ാം തീയതി നമ്മൾ ധ്യാനിക്കുന്നത് പുറപ്പാടിന്റെ പുസ്തകം തന്നെ 25-ാം അധ്യായം അതിന്റെ 8-ാം തിരുവചനം നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഞാൻ അവരുടെ ഇടയിൽ വസിക്കാൻ അവർ എനിക്ക് ഒരു വിശുദ്ധ കൂടാരം സജ്ജമാക്കണം. ഇസ്രായേൽ ജനത്തോടൊപ്പം നടന്ന ദൈവം, സഞ്ചരിച്ച ദൈവം, അവര് കൂടാരം കെട്ടിയിട്ടാണ് ഓരോ സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ കൂടാരം കെട്ടി താമസിച്ചിരുന്നു. ദൈവം അവരോടൊപ്പം വസിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം അവരോടൊപ്പം, അവരുടെ കൂടെ തന്നെ. നമ്മൾ കണ്ടു, പകല് മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും കൂടെ നടക്കുന്ന ദൈവത്തിന്റെ ആ ചിത്രം. ഇതാണ് പുറപ്പാടിന്റെ പുസ്തകം 25-ാം അധ്യായത്തിന്റെ 8-ാം തിരുവചനത്തിൽ നമ്മൾ കണ്ടത്. നമ്മള് ഈ ക്രിസ്മസിൽ ചിന്തിക്കുന്ന ഏറ്റവും വലിയ മനോഹരമായ ഒരു ചിന്തയാണ്, ദൈവം നമ്മുടെ ഇടയിൽ വന്ന് അവിടെ നിന്ന് കൂടാരമടിക്കും. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 1-ാം അധ്യായം 14-ാം തിരുവചനം നമ്മൾ വായിക്കുന്നുണ്ട്, വചനം മാംസമായി നമ്മുടെ ഇടയിൽ അവിടെ നിന്ന് വസിച്ചു. വചനം മാംസമായി നമ്മുടെ ഇടയിൽ അവിടെ നിന്ന് കൂടാരമടിച്ചു. അതാണ് ഗ്രീക്ക് ആ വാക്ക് നമുക്ക് പറഞ്ഞു തരുന്നത്, കൂടാരമടിക്കുക. പ്രിയമുള്ളവരെ, നമ്മള് വെളിപ്പാടിന്റെ പുസ്തകത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, വെളിപ്പാടിന്റെ പുസ്തകം 21-ാം അധ്യായത്തില് ഇപ്രകാരം നമ്മൾ വായിക്കുകയാണ്, 3-ാം വാക്യം, ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ, അവിടുന്ന് അവരോടൊത്ത് വസിക്കും, അവർ അവിടുത്തെ ജനമായിരിക്കും, അവിടുന്ന് അവരോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണെന്നോ? അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല, ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല, പഴയതെല്ലാം കടന്നുപോയി. യഥാർത്ഥത്തിൽ പ്രിയമുള്ളവരെ, ഈ ക്രിസ്മസ് നമുക്ക് നൽകുന്ന ഒരു സന്ദേശം, പറുദീസായിൽ നഷ്ടപ്പെട്ട ആ ദൈവബന്ധം പുനഃസ്ഥാപിക്കുകയാണ്. ദൈവം മനുഷ്യനായിട്ട് അവതരിച്ച് നമ്മുടെ ഇടയിൽ കൂടാരമടിച്ച് അവിടുന്ന് നമ്മോടൊപ്പം ഒന്നായി മാറിക്കൊണ്ട് നമ്മളിൽ ഇരുളഞ്ഞു പോയ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ പ്രകാശപൂരിതമാക്കാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. ദൈവത്തിനായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് തുറക്കാം. കർത്താവ് കടന്നു വരുന്ന ഇടങ്ങളൊക്കെ പ്രകാശപൂരിതമാണ്. ജീവൻ നഷ്ടപ്പെട്ട അവസ്ഥയല്ല. അവിടുന്ന് പറഞ്ഞു, ഞാൻ വന്നേക്കുന്നത് ജീവൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. യോഹന്നാന്റെ സുവിശേഷം തന്നെ 10-ാം അധ്യായം അതിന്റെ 2-ാം ഭാഗത്ത് വായിക്കുന്നുണ്ട്, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായിട്ടുണ്ടാകാനും വേണ്ടിയിട്ടാണ്. ഈ ക്രിസ്മസ് യഥാർത്ഥത്തിൽ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ കൂടാരമടിക്കുന്ന ഒരു വലിയൊരു അനുഭവമാണ്. ഈശോ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് അവിടെ ആയിരിക്കാൻ അവിടെ നിന്ന് ആഗ്രഹിക്കുകയാണ്. ദൈവം അതിന് പറയാണ്, നിങ്ങൾ അതിനായിട്ട് നിങ്ങളൊരു കൂടാരം നിങ്ങൾ തീർക്കണം. ഈ പുൽക്കൂട് നമ്മൾ പുറമേ ഒരു പുൽക്കൂടുണ്ടാക്കി നക്ഷത്ര വിളക്ക് തെളിച്ച് വലിയ ഡെക്കറേഷൻ നടത്തുന്നതിലല്ല പ്രിയമുള്ളവരെ ക്രിസ്മസ് അടങ്ങിയിരിക്കുന്നത്. ഹൃദയത്തിന്റെ ഉള്ളില് ഈശോയ്ക്ക് കടന്നു വരാൻ വേണ്ടി നമ്മൾ ഒരു പുൽക്കൂട് ഒരുക്കണം. പ്രാർത്ഥനയുടെ, വിശുദ്ധിയുടെ, സ്നേഹത്തിന്റെ ഒക്കെ. ഇസ്രായേൽ ജനത്തോട് ദൈവം പറഞ്ഞു, അവിടുന്ന് ആഗ്രഹിക്കുന്ന രീതിയിൽ, നിർദ്ദേശിച്ച രീതിയിൽ അവർ കൂടാരം നിർമ്മിക്കണമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ദൈവം നമ്മോട് പറയുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഞാൻ നിന്റെ ഹൃദയത്തിൽ കടന്നു വരാൻ നിന്റെ ഹൃദയം വിശുദ്ധമായിരിക്കണം. നിന്റെ ഹൃദയത്തില് ദൈവത്തിന് വസിക്കാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാറ്റിനും നീ എടുത്തു മാറ്റി. പാപത്തിന്റെ അവസ്ഥകള്, തകർന്ന ബന്ധങ്ങള്, അശുദ്ധി, ലോകാരൂപി, ജഡമോഹം, അങ്ങനെ പലതും ദൈവത്തിന് നമ്മളിലേക്ക് കടന്നു വരാൻ സാധിക്കാത്ത വിധത്തിലുള്ള എല്ലാ അവസ്ഥകളെയും, എല്ലാ മാലിന്യങ്ങളെയും, എല്ലാ തരത്തിലുള്ള പാപത്തിന്റെ അവസ്ഥകളെയും, പ്രത്യേകിച്ച് മൂലപാപത്തിന്റെ അവസ്ഥകളൊക്കെ എടുത്തു മാറ്റി നമുക്ക് കൂടാരമടിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തെ ഹൃദയത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. പുറപ്പാടിന്റെ പുസ്തകത്തില് 25-ാം അധ്യായം 8-ാം വാക്യത്തിൽ വായിച്ചു കേട്ടതുപോലെ, അവിടെ നിന്ന് നിർദ്ദേശിച്ചതുപോലെ ഒരു കൂടാരം നമ്മുടെ ഹൃദയത്തിൽ തീർക്കാം.
യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 1-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു കേട്ടു, ദൈവം വചനം മാംസമായി നമ്മുടെ ഇടയിൽ അവിടുന്ന് കൂടാരമടിച്ചു, അവിടെ നമ്മുടെ ഇടയിൽ അവിടുന്ന് വസിക്കാൻ ആഗ്രഹിക്കുന്നു. വെളിപ്പാടിന്റെ പുസ്തകത്തിൽ നമ്മൾ കണ്ടു 21-ാം അധ്യായം 3-ാം തിരുവചനത്തില്, ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ, അവിടുന്ന് അവരോടുകൂടെ വസിക്കും, അവിടുന്ന് അവരുടെ ദൈവമായിരിക്കും, അവർ അവിടുത്തെ ജനവുമായിരിക്കും. അങ്ങനെ ദൈവം നമ്മോട് കൂടി വസിക്കുമ്പോൾ എല്ലാ ദുഃഖവും, എല്ലാ വേദനയും, എല്ലാ കഷ്ടപ്പാടുകളും എല്ലാം മാറി സന്തോഷവും പ്രതീക്ഷയും ഒക്കെ ഉണ്ടാകും. ജൂബിലി വർഷത്തിന്റെ സമാപനത്തിൽ പ്രിയമുള്ളവരെ, നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ക്രിസ്തുമസ് ഒരു ബന്ധം നമ്മളിൽ വന്നു ചേരുന്ന പുതിയൊരു ബന്ധം വിളക്കി ചേർക്കുന്ന ഒരവസരം. ദൈവം നമ്മളെ അന്വേഷിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുക. ദൈവത്തെ അന്വേഷിക്കുന്ന ജനത്തിന് അവിടുന്ന് സമീപസ്ഥനാണ്. അവിടുന്ന് നമ്മുടെ കൂടെ കടന്നു വന്ന് അവിടുന്ന് വിദൂരതയിലായിരിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമല്ല. ഗോഡ് ഈസ് വിത്ത് us, ഇമ്മാനുവേൽ, ഗോഡ് ഈസ് വിത്ത് us. നിന്നോടുകൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം, നിന്റെ ജീവിതത്തിന്റെ അവസ്ഥകളിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ദൈവം, പ്രതീക്ഷ നഷ്ടപ്പെട്ട നിന്റെ ജീവിതത്തില് പ്രത്യാശയോടുകൂടി ആയിരിക്കാൻ, നമ്മൾ സ്വർഗം കണ്ടുകൊണ്ട് ജീവിക്കാൻ, ഇതിനപ്പുറത്തൊരു ജീവിതമുണ്ട്, അവിടേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ടാണ് ദൈവമായ കർത്താവ് ഈശോ അവിടുന്ന് മനുഷ്യനായിട്ട് അവതരിച്ചത്. അവിടത്തോട് നമുക്ക് ചേർന്ന് നിൽക്കാം, അവിടുത്തെ സാന്നിധ്യം അനുഭവിക്കാം. ആ ശാന്തതയിൽ നമുക്ക് സന്തോഷവും സമാധാനവും അനുഭവിക്കാനായിട്ട് പരിശ്രമിക്കാം. അതുകൊണ്ട് കൂടാരമടിക്കുന്ന ദൈവത്തിനായി എൻ്റെ ഹൃദയ കവാടം തുറന്ന് അവിടെ കർത്താവിന്റെ തിരുപ്പിറവിക്ക് വേണ്ടി സുഹൃതങ്ങൾ കൊണ്ടും പ്രാർത്ഥന കൊണ്ടും വിശുദ്ധ ജീവിതം കൊണ്ടുമൊക്കെ ഒരു പുൽക്കൂട് തീർത്ത് നമുക്ക് കാത്തിരിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പുത്രനെ ലോകത്തിലേക്ക് അയച്ചുകൊണ്ട് ഞങ്ങളെ അങ്ങ് കൂടുതൽ സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും വലിയ ആനന്ദത്തിലേക്കും നയിക്കുന്നുവല്ലോ. ഈ തിരുപ്പിറവിക്ക് വേണ്ടി ഒരുങ്ങുന്ന ഞങ്ങളുടെ ജീവിതങ്ങളെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങേക്ക് കടന്നു വരാൻ തക്ക രീതിയിൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവെ ഞങ്ങളിതാ ഒരുക്കുകയാണ്. ഞങ്ങളുടെ ബന്ധങ്ങളെ ഞങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നു. സ്നേഹത്തിൽ അധിഷ്ഠിതമായ ജീവിതം, വിശുദ്ധിയിലുള്ള ജീവിതം, ദൈവം നിർദ്ദേശിച്ചതുപോലെ, ഇസ്രായേൽ ജനം കൂടാരം നിർമ്മിച്ചതുപോലെ ഞങ്ങളും ഒന്ന് മാത്രം ദൈവം നമ്മോട് ആഗ്രഹിക്കുന്നു, പറയുന്നു, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കണം. അതിനായി നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക. കർത്താവെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ ഇതാ തുറന്നു വയ്ക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെ ഞങ്ങൾ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവെ, കുറവുകളെ പരിഹരിക്കണമേ. അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിൽ വന്ന് കൂടാരമടിക്കണമേ. ഞങ്ങളോടൊപ്പം വസിക്കണമേ. ഞങ്ങളുടെ കുറവുകളെ പരിഹരിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.